അസിത, നമ്മുടെ ഇനിയിപ്പോൾ വനിതാ പ്രാതിനിധ്യം എങ്ങനെയായിരിക്കും ഈ മന്ത്രിസഭയിൽ? മിനിമം ഒരു 2 പേരെങ്കിലും അവിടെ ഉണ്ടാകണം. പക്ഷേ അത് 2 പേർക്ക് കൊടുക്കാനുള്ള മന്ത്രിസ്ഥാനം ഇനി ബാക്കി ഉണ്ടാകുമോ? തിരുവനന്തപുരത്ത് ഓരോ മണിക്കൂർ നടക്കുന്ന ചർച്ച അനുസരിച്ച് ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ 9 പേര് ആവശ്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഓരോ സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്രിയാകാൻ എല്ലാവരും യോഗ്യരാണല്ലോ, എല്ലാ MLA-മാർക്ക് യോഗ്യതയുണ്ട്. അപ്പോൾ മന്ത്രി മോഹമായി നടക്കുന്ന ആൾക്കാരെ എണ്ണി എൻ്റെ ഇടപാട് തീർന്നു. കാര്യം ഇദ്ദേഹത്തിന് കിട്ടും, അദ്ദേഹത്തിന് കിട്ടും എന്നൊക്കെ ഉള്ള എല്ലാ നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറയായിരുന്നു, അത് നിങ്ങളെ മാത്രമല്ല എല്ലാ ചാനലിലും ഇരിക്കുന്ന ആൾക്കാരെ അവർക്കറിയാമോ. അത് അറിയുമായിരിക്കും. അപ്പോൾ അസിതയുടെ വനിതാ പ്രാതിനിധ്യം അത് എന്തായാലും ഇത്രയും പുരുഷന്മാർ മന്ത്രിമാരാകുമ്പോൾ അതിനിടയ്ക്ക് 2-3 സ്ത്രീകളും വേണമല്ലോ. തീർച്ചയായും എസ്കേൻ, എന്തായാലും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഒരു വനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുള്ളതാണ്. അത് വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഭാവിയിൽ പക്ഷേ ഇത്തവണയൊന്നും അതെന്തായാലും ഇപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ ഇനി മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ വനിതാ പ്രാതിനിധ്യം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൽ ബിന്ദു കൃഷ്ണയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ബിന്ദു കൃഷ്ണ ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വൈകുന്നേരമൊക്കെ വരുന്നുണ്ട്. ഷാനിമോൾക്ക് വേണ്ടി VD സതീശൻ നിർബന്ധം പിടിക്കുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് VD സതീശൻ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു ആവശ്യം എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അതിൽ 2-ൽ കൂടുതൽ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ലിമിറ്റഡ് ആണല്ലോ ഈ മന്ത്രിസ്ഥാനം എന്നുള്ളത്, ലിമിറ്റഡ് ആണ്. അതിൽ തന്നെ മുതിർന്ന നേതാക്കൾ ഒരുപാട് പേരുണ്ട്, ജയിച്ചു വന്നവർ. ഇപ്പോൾ VD സതീശൻ ഇതിനെ അദ്ദേഹം കാണുന്ന ഫോർമുല അല്പം കൂടി യുവാക്കളെയൊക്കെ ഉൾപ്പെടുത്തി വൈബ്രന്റ് ആയ ഒരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതായിരിക്കണം VD സതീശനെ പോലൊരു വ്യക്തി, ഒരു നേതാവ് മുന്നോട്ട് വെക്കുന്ന വിഷൻ. അപ്പോൾ അതിനനുസൃതമായ നിലയിൽ യുവാക്കളെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ RC KC പക്ഷങ്ങളുടെ പിടിവാശിയുണ്ട്. അതോടൊപ്പം മതസാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള വകുപ്പ് എന്ന നിലയിൽ ഈ വനിതാ പ്രാതിനിധ്യം മാറുമെന്നുള്ളതിൽ തർക്കമില്ല. അതാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. ഈ ഇത്ര ആളുകളിൽ തന്നെ ഇപ്പോൾ ഒരാൾ മാത്രം, ബിന്ദു കൃഷ്ണ മാത്രം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് UDF-ന്റെ കാര്യത്തിൽ അവർക്ക് എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മതസാമുദായിക സമവാക്യങ്ങൾ അത്രമേൽ പ്രാധാന്യത്തോടു കൂടി സമീപിക്കുന്ന, പരിഗണിക്കുന്ന ടീം കൂടിയാണ് UDF എന്നുള്ളത്. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അവിടെ ഏതെങ്കിലും കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിന്ദു കൃഷ്ണ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ കാലത്തും ഒരു മന്ത്രിയൂടെ വേണം. അതെ, കേൾക്കുന്നുണ്ട്, പക്ഷെ അറിയില്ല. പക്ഷെ നമ്മൾ ബാക്കി എണ്ണം പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യത കാണുന്നില്ല സ്കേൻ. കാര്യം ആകെ ഒരു ലിമിറ്റഡ് നമ്പർ ആണല്ലോ ഉള്ളത്. അത് ലീഗിലേക്ക് 5 എണ്ണം പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. PJ ജോസഫ് 2 എണ്ണം നിർബന്ധ ബുദ്ധിയിൽ 2 എണ്ണം തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് RC KC മറ്റ് ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും ഓരോന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എണ്ണം കൂട്ടാൻ തരമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം വെട്ടാവുന്നത് എന്നുള്ള നിലയിൽ വനിതാ പ്രാതിനിധ്യം തന്നെ വെട്ടേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയാണല്ലോ കാലകാലങ്ങളായി. പക്ഷേ നമ്മൾ ഈ കാലത്ത് നിന്നും അത് അവർക്ക് തോന്നണം, ആ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറണം. പക്ഷേ ഈ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് അത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് കൂടിയുണ്ട്. വനിതകൾ എത്രയാണ് എന്നുള്ളത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് കൂടിയുണ്ട്. പക്ഷേ എങ്കിലും ഒരാൾ മാത്രമാണ് നിലവിലെ സാധ്യത, അത് ബിന്ദു കൃഷ്ണയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.